Hotel Joyce Palace Focus. This program is sponsored by Happy Land Water Theme Park Thiruvananthapuram in association with Al-Falah Group of Hotels, Hotel Dubai International, Periyar Rice, Samson and Sons, Builders and Developers, Trivandrum. Samtrupti 100% pure coconut oil. എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഫോക്കസിന്റെ ഒരു വെറൈറ്റി എപ്പിസോഡിലേക്ക് സ്വാഗതം. സാംസൺ ആൻഡ് സൺസ് ബിൽഡേഴ്സ് ആൻഡ് ഡെവലപ്പേഴ്സ് നടത്തുന്ന ഗെയിം ഷോ ആണ് ഫോക്കസിന്റെ ആദ്യ സെഗ്മെന്റ്. സാംസൺ ആൻഡ് സൺസ് ബിൽഡേഴ്സ് ആൻഡ് ഡെവലപ്പേഴ്സ് അവതരിപ്പിക്കുന്ന പാർപ്പിടം സെഗ്മെന്റിലേക്ക് ഏവർക്കും ഹാർദമായ സ്വാഗതം. എന്തായാലും പാർപ്പിടം ഇഷ്ടപ്പെടുന്നവരാണ്. സ്വന്തമായ ഒരു പാർപ്പിടം എല്ലാവർക്കും അത്യാവശ്യമാണ്. അതുകൊണ്ട് തന്നെ നമുക്കൊരു ഫാമിലി എത്തിയിട്ടുണ്ട്. ചേട്ടന്റെ പേരെന്താണ്? പരമേശ്വരൻ. പരമേശ്വരൻ ചേട്ടന് പാർപ്പിടം ഏത് രീതിയിലുള്ള പാർപ്പിടമാണ് ഇപ്പോൾ ഉള്ളത്? സ്വന്തമായിട്ടുള്ള പാർപ്പിടം ഒരു വാർത്ത വീടാണ്. അപ്പൊ അതിന്റെ മോഡിഫിക്കേഷൻ ഉള്ള ബാക്കിയുള്ള കാര്യങ്ങൾ ഇനിയുള്ള സമയങ്ങളിൽ നടക്കുമല്ലേ? നടക്കണം. അപ്പം അതിനൊരു സ്വപ്നമുണ്ടോ? എന്റെ വീട് ഇങ്ങനെ ആയിരിക്കണം, ഇങ്ങനെ ആവണമെന്ന്? മാക്സിമം നല്ല വീടായിരിക്കണം എന്നാണ് നമ്മുടെ ആഗ്രഹം. മാഡത്തിന്റെ പേരെന്താണ്? ശാന്തി. വർക്ക് ചെയ്യുന്നുണ്ടോ? എവിടെ വർക്ക് ചെയ്യുന്നു? മാഡത്തിന്റെ എന്താണ് ഒരു സ്വപ്ന ഭവനം എങ്ങനെയായിരിക്കണം എന്നാണ്? നല്ല സൗകര്യമുള്ളൊരു വീടായിരിക്കണം. എല്ലാ രീതിയിലും സൗകര്യമുണ്ട്. ഇപ്പൊ വാസ്തുശാസ്ത്രപരമായിട്ടുള്ള കാര്യങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ടോ? ഇഷ്ടമാണ്. അത് നോക്കിയാണ് വീട് നോക്കുന്നത്. വീടാണോ ഫ്ലാറ്റ് ആണോ ഏറ്റവും കൂടുതൽ ഇഷ്ടം? വീടാണ്. പേരെന്താണ്? എന്ത് ചെയ്യുന്നു ഐശ്വര്യ? ബികോം സെക്കൻഡ് ഇയർ പഠിക്കുന്നു. പേര്? ഗോപിക. എന്താ ചെയ്യുന്നത്? ഞാൻ പ്ലസ് ടു കഴിഞ്ഞ് നിൽക്കുന്നു. പ്ലസ് ടു കഴിഞ്ഞിട്ട് ഇനി എന്താണ് പ്ലാൻ? MBBS പോകണം എന്നുള്ളതാണ്. സാറിന്റെ പേരെന്താണ്? മധു സാർ എന്ത് ചെയ്യുന്നു? ഡ്രൈവറാണ്. ഓക്കെ. സാർ ഏത് വാഹനമാണ് ഓടിക്കുന്നത്? അപ്പോൾ സാംസൺ ആൻഡ് സൺസ് ബിൽഡേഴ്സ് ആൻഡ് ഡെവലപ്പേഴ്സിന്റെ പാർപ്പിടം സെഗ്മെന്റിൽ ഇവരോട് ഒരു ചെറിയ ചോദ്യം ചോദിക്കാൻ വേണ്ടി പോവുകയാണ്. എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ള ചോദ്യം എന്ന് പറഞ്ഞാൽ വീട് എല്ലാവർക്കും അറിയാം എന്താണെന്ന്. ഇപ്പം നേരത്തെ ചേച്ചി തന്നെ പറഞ്ഞു വീടാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടമെന്ന് പറഞ്ഞു. അപ്പം പാർപ്പിടം സെഗ്മെന്റിലെ ചോദ്യം ഇതാണ്: വീടിന്റെ പര്യായ പദങ്ങൾ, ഏറ്റവും കൂടുതൽ പര്യായ പദങ്ങൾ പറയുക. ഭവനം, ഇല്ലം, ഗൃഹം. ഭവനം, ഇല്ലം, ഗൃഹം, ഗേഹം, വീട്, പാർപ്പിടം മുതലായവയാണ്. പരമേശ്വരൻ ചേട്ടൻ 3 പേരുകൾ പറഞ്ഞു. വേറെന്തെങ്കിലും? വില്ലാസ്. ഓക്കെ, വില്ലാസും വന്നിട്ടുണ്ട്. ഇപ്പൊ കാരണം പുതിയ എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒന്നാണ് വില്ലാസ് എന്ന് പറയുന്നത്. അപ്പൊ വില്ലാസിന്റെ പേരും ഈ മോള് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ പരമേശ്വരൻ ചേട്ടൻ നേരത്തെ 3 പേരുകൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതവിടെ നിൽക്കട്ടെ. അപ്പൊ പരമേശ്വരൻ ചേട്ടനാണ് ഏറ്റവും കൂടുതൽ ആൻസർ ഇതിൽ തന്നിട്ടുള്ളത്. ഇനി വേറൊരു ചോദ്യം കൂടി ചോദിക്കുകയാണ്. MBBS ഫുൾ ഫോം എന്താണ്? ബാച്ചിലർ ഓഫ് മെഡിക്കൽ സയൻസ് എന്നുള്ളത് ശരിയാണോ? MBBS ഫുൾ ഫോം ബാച്ചിലർ ഓഫ്, ഒന്ന് ആലോചിച്ച് നോക്കൂ. ഒരു നിമിഷം തരാം. കാരണം ഇവർക്ക് സാംസൺ ആൻഡ് സൺസ് പ്രൈവറ്റ് ലിമിറ്റഡിന്റെ ബിൽഡേഴ്സ് ആൻഡ് ഡെവലപ്പേഴ്സിന്റെ ഈ ഗെയിം ഷോയിൽ, പാർപ്പിട ഗെയിം ഷോയിൽ ആദ്യം നമ്മൾ വീടിന്റെ പര്യായപദം ചോദിച്ചപ്പോൾ ഇവരൊക്കെ തന്നെ ആൻസർ പറഞ്ഞു. പ്രത്യേകിച്ച് പരമേശ്വരൻ ചേട്ടൻ വളരെ മനോഹരമായി 4-5 പര്യായപദങ്ങൾ ഇങ്ങനെ നിരത്തിയിട്ടു. വില്ലാസിന്റെ കാര്യം ഈ മോള് പറഞ്ഞു. അപ്പൊ അവർക്കൊരു സമ്മാനമുണ്ട്. ഇനിയുള്ള ചോദ്യം ഇതാണ്. ഒരു സെക്കൻഡ് നിങ്ങളൊന്ന് ചിന്തിക്കൂ. MBBS ഫുൾ ഫോം. ഒരു നിമിഷം കഴിഞ്ഞിരിക്കുന്നു. എവിടെ ഉത്തരം കിട്ടിയോ? കാരണം നേരത്തെ എവിടെ കുറെ ബാച്ചിലേഴ്സ് എല്ലാം തപ്പിക്കൊണ്ടിരുന്നില്ല. ബാച്ചിലർ ഓഫ് സയൻസ് മെഡിസിൻ ആൻഡ് ബാച്ചിലർ ഓഫ് സർജറി. ബാച്ചിലർ ഓഫ് സയൻസ് ആൻഡ് ബാച്ചിലർ ഓഫ് മെഡിസിൻ ആൻഡ് ബാച്ചിലർ ഓഫ് സർജറി. ഉറപ്പാണ്? ഉറപ്പിച്ച് നമുക്ക് മണിക്കുട്ടി എന്ന് വിളിക്കേണ്ട ആവശ്യമില്ല. ലോക്ക് ചെയ്യേണ്ടല്ലോ. ഉറപ്പാണ്. ശരി. അപ്പൊ നേരത്തെ എന്താ വേറെ എന്തൊക്കെയല്ല പറഞ്ഞല്ലോ? ബാച്ചിലർ ഓഫ് സയൻസ്, വേറെ ബാച്ചിലർ ഓഫ് കൊമേഴ്സ് എന്നുള്ള അതെല്ലാം മാറ്റി ഇപ്പൊ ഇതിലേക്ക് മാറി. വേറെ എന്തെങ്കിലും ആൻസർ ഉണ്ടോ? ഇല്ല. ബാച്ചിലർ ഓഫ് സയൻസ് ആൻഡ് ബാച്ചിലർ ഓഫ് സർജറി. ബാച്ചിലർ ഓഫ് സയൻസ് ആൻഡ് ബാച്ചിലർ ഓഫ് സർജറി. അവിടെ പറഞ്ഞത് ബാച്ചിലർ ഓഫ് മെഡിസിൻ ആൻഡ് ബാച്ചിലർ ഓഫ് സർജറി. എന്തായാലും ഇതിന്റെ ഉത്തരം പറഞ്ഞത് ബാച്ചിലർ ഓഫ് മെഡിസിൻ ആൻഡ് ബാച്ചിലർ ഓഫ് സർജറി എന്നുള്ളതാണ്. MBBS ഫുൾ ഫോം ആയി കിട്ടിയിരിക്കുന്നത്. ഇവിടെ നിന്ന് ഉത്തരം ക്ലിയർ ആയിട്ട് കിട്ടി. അതുപോലെ തന്നെ ഇവിടെ നിന്ന് ആദ്യത്തെ ചോദ്യത്തിന് ഉത്തരം കിട്ടി. അതുകൊണ്ട് തന്നെ സാംസൺ ആൻഡ് സൺസ് ബിൽഡേഴ്സ് ആൻഡ് ഡെവലപ്പേഴ്സ് അവതരിപ്പിക്കുന്ന പാർപ്പിടത്തിൽ ഇവർക്കുള്ള സമ്മാനങ്ങൾ കൊടുക്കാനുള്ള സമയമാണ്. ഇനി ഇവർക്കുള്ള സമ്മാനങ്ങൾ ഇതാണ്. അപ്പോൾ കൃത്യമായ ഉത്തരം നൽകിയ ഇവർക്ക്
ഹാപ്പി ലാൻഡ് നൽകുന്ന ഗിഫ്റ്റ് വൗച്ചർ, ഒപ്പം സംതൃപ്തി ഓയിലാണ് സമ്മാനം. ചേച്ചിക്ക് സംതൃപ്തി ഓയിൽ സമ്മാനമായിട്ടുണ്ട്. അതുപോലെ തന്നെ വ്യത്യസ്തതയുടെ അനുഭവങ്ങൾ നമുക്ക് സമ്മാനിക്കുന്ന, നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടുള്ള ചക്കി ഫ്രഷ് ആട്ട സമ്മാനമായിട്ടുണ്ട്. പെരിയാറാണ് ചക്കി ഫ്രഷ് ആട്ട നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. പെരിയാറിന്റെ ചക്കി ഫ്രഷ് ആട്ടയും ഇവർക്ക് സമ്മാനങ്ങളായി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അടുത്ത ആഴ്ച പാർപ്പിടത്തിന്റെ പുതിയ സെഗ്മെന്റിൽ വ്യത്യസ്ത ഫാമിലിയുമായി വേറൊരു സ്ഥലത്ത് കണ്ടുമുട്ടുന്നതുവരെ ബൈ. ഹോമിയോപ്പതിയെ കുറിച്ച് നമുക്ക് കൂടുതൽ അടുത്തറിയാം ഇന്നത്തെ ഇന്ത്യൻ ഹോമിയോ കെയർ ഹെൽത്ത് പ്ലസിലൂടെ. ഇന്ത്യൻ ഹോമിയോ കെയർ ഹെൽത്ത് പ്ലസിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. യാതൊരു സൈഡ് എഫക്ട്സും ഇല്ലാതെ ഹോമിയോപ്പതി ചികിത്സാ രീതിയിലൂടെ ഒട്ടുമിക്ക അസുഖങ്ങളും ഭേദമാക്കാം എന്ന് തെളിയിച്ചിരിക്കുന്ന തിരുവനന്തപുരത്തെ മരുതൻകുഴിയിലുള്ള ഇന്ത്യൻ ഹോമിയോ കെയർ എന്ന റിസർച്ച് ഓറിയന്റഡ് ക്ലിനിക്. ഇന്ത്യൻ ഹോമിയോ കെയറിലെ ഡോക്ടർ അഭിലാഷ് വിശ്വനാഥനാണ് ഇന്ന് നമ്മോടൊപ്പം ഹെൽത്ത് പ്ലസിൽ. നമസ്കാരം ഡോക്ടർ. ഹോമിയോപ്പതിയിലൂടെ നമുക്ക് എല്ലാ രോഗങ്ങളും ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റാവുന്നതാണോ? ഈ ക്വസ്റ്റ്യൻ ഒരു വളരെ വ്യാപ്തിയുള്ള ഒരു ക്വസ്റ്റ്യനാണ്. അതായത് ഇപ്പോൾ ഹോമിയോപ്പതി ആയാലും ശരി, അലോപ്പതി ആയാലും ശരി, മറ്റ് സിസ്റ്റങ്ങളിൽ ഏതായാലും ശരി, എല്ലാ രോഗങ്ങളും ചികിത്സിച്ച് മാറ്റാൻ പറ്റുമെങ്കിൽ ആ ഒരു ചികിത്സാ രീതിയും ആ ഒരു ഡോക്ടർ മാത്രമേ ഉള്ളൂ. പക്ഷേ നമുക്കിപ്പോൾ തന്നെ അറിയാം, പല ചികിത്സാ രീതികളും നിലനിന്നുകൊണ്ട് പല രോഗങ്ങൾക്കും നല്ല ചികിത്സ തേടി ആളുകൾ മാറി പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയുണ്ട്. അപ്പോൾ ചികിത്സ എന്ന് പറയുമ്പോഴത്തേക്കും രോഗത്തെയാണ് പല ഇതിലും ചികിത്സിക്കുന്നത്. പക്ഷേ ഹോമിയോപ്പതിയിൽ എന്ന് പറയുമ്പോഴത്തേക്കും രോഗത്തെയല്ല, രോഗീനെയാണ് ചികിത്സിക്കുന്നത്. ഈ രോഗി എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ പറയുന്നത് പോലെ ഒരു രോഗിക്കൊരു രോഗപ്രതിരോധ സംവിധാനം, അതായത് പ്രതിരോധ ശക്തി, അസുഖങ്ങളിൽ നിന്ന് രോഗത്തിന് നിന്നും എല്ലാം പ്രതിരോധം കൊടുക്കാനുള്ള ഒരു ശക്തി നമ്മുടെ ശരീരത്തിനുണ്ട്. അത് നമ്മുടെ ജീവനുമായി ബന്ധപ്പെട്ടതാണ്. ഇപ്പോൾ എന്തൊക്കെയായാലും ശരി, ജീവനില്ലാത്തൊരു ശരീരത്തിൽ നമ്മളിപ്പോൾ മരുന്ന് കൊടുക്കുക, എന്ത് കൊടുത്താലും ഒരു റെസ്പോൺസും ഉണ്ടാകത്തില്ല. അതിലെപ്പോൾ ജീവൻ വരുമ്പോഴാണ് ആ ഒരു ചേഞ്ച് വരുന്നത്. അപ്പോഴാണ് ഈ രോഗപ്രതിരോധ സംവിധാനമായാലും ശരി, അയാളുടെ ശാരീരിക അവസ്ഥകളായാലും ശരി, എല്ലാം നോർമലായി ഫങ്ഷൻ ചെയ്യുന്നത്. അപ്പോൾ ഹോമിയോപ്പതിയിലെ ചികിത്സാ രീതി എന്ന് പറയുമ്പോഴത്തേക്കും ഓരോ ആൾക്കാരെ തിരിച്ചറിഞ്ഞ് അയാളുടെ സ്വഭാവത്തിൻ്റെ പ്രത്യേകതകൾ മനസ്സിലാക്കിയുള്ള ചികിത്സാ രീതിയാണ്. ഇപ്പോൾ തന്നെ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ പലരും ഒരു കുടുംബത്തിൽ തന്നെ എടുത്തു കഴിഞ്ഞാൽ ആ കുടുംബത്തിലെ അംഗങ്ങളുമായിട്ട് എല്ലാവരും സംസാരിക്കുന്ന ഒരു കുട്ടി ഉണ്ടായിരിക്കും. എന്നാൽ ചില കുട്ടികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംസാരിക്കത്തില്ല. പതുക്കെ കുറച്ചു നേരം അച്ഛനോടോ അല്ലെങ്കിൽ അമ്മയോടോ മാത്രം സംസാരിക്കും. എന്നിട്ട് അത് ഒരു റൂമിൽ ഒതുങ്ങിയിരിക്കുന്നു. അപ്പോൾ അതിൻ്റെ ശാരീരിക പ്രവർത്തനങ്ങളിലും ആ ഒരു വ്യത്യാസം കാണും. മറ്റു കുട്ടിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരോടും സംസാരിക്കുന്നു. കല്യാണങ്ങളിൽ പോയാലും ശരി, ഒരു ഫംഗ്ഷന് പോയാലും ശരി, എല്ലാവരുമായിട്ട് സംസാരിക്കുന്നു, പങ്കുവയ്ക്കുന്നു, എല്ലാവർക്കും ഒരു നല്ല സുഹൃത്ത് പോലെയൊക്കെ പെരുമാറുന്നു. അപ്പോൾ ആ കുട്ടിയുടെ സ്വഭാവവും ആ കുട്ടിയുടെ ശാരീരിക പ്രവർത്തനങ്ങളും ആ കുട്ടിയുടെ കോശങ്ങളിലുള്ള പ്രവർത്തനങ്ങൾ വരെ അതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന രീതിയിലാണ് ഹോമിയോപ്പതിയുടെ തത്വശാസ്ത്രം നിലകൊള്ളുന്നത്. അപ്പോൾ ആ കുട്ടിക്ക് വരുന്ന പനിക്കും അതേപോലെ മറ്റേ കുട്ടിക്ക് വരുന്ന പനിക്കും ചികിത്സിക്കുന്നതെന്ന് പറഞ്ഞാൽ 2 മരുന്നുകൾ ഉപയോഗിച്ചാണ്. നമ്മളുടെ മരുന്നുകൾ എന്ന് പറയുമ്പോഴത്തേക്കും മനുഷ്യരിൽ തന്നെ പരീക്ഷിക്കുന്നതാണ്. അപ്പോൾ ആ ലക്ഷണങ്ങളുമായി അനുയോജ്യമായിട്ടുള്ളത്, ഇപ്പോൾ ഈ കുട്ടിയുടെ ലക്ഷണങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒരു സ്വഭാവ രീതിയുള്ള കുട്ടിയാണെങ്കിൽ ആ കുട്ടിക്ക് ആ സ്വഭാവ രീതിയോട് അനുയോജ്യമായ മരുന്നുകൾ ഹോമിയോപ്പതിയിലുണ്ട്. അപ്പോൾ ആ മരുന്നുകളാണ് നമ്മൾ കൊടുക്കുന്നത്. മറ്റു കുട്ടിക്കെന്ന് പറയുന്നത് അതേ ലക്ഷണങ്ങളുള്ള പുറപ്പെടുവിച്ച മരുന്ന് ആ കുട്ടിക്ക് കൊടുക്കും. അപ്പോൾ ഹോമിയോപ്പതി ഈ രീതിയിലാണ് ചികിത്സിക്കുന്നത്. അപ്പോൾ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ രോഗങ്ങൾക്കും ഹോമിയോപ്പതിയിൽ മരുന്നുണ്ടോ എന്ന് ചോദിക്കും. അപ്പം രോഗപ്രതിരോധം അല്ലെങ്കിൽ രോഗപ്രതിരോധ ശക്തി ഉള്ള ഒരു ശരീരവും മനസ്സും ഉണ്ടെന്നുള്ള രീതിയിലാണ് ഹോമിയോപ്പതി ട്രീറ്റ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാ രോഗങ്ങൾക്കും ഹോമിയോപ്പതിയിൽ മരുന്നുണ്ടെന്ന് പറയാൻ പറ്റത്തില്ല. ഇപ്പോൾ വളരെ ചേഞ്ചായിട്ടുള്ളൊരു പതോളജിക്കൽ ചേഞ്ച്, അതായത് ഭയങ്കരമായ ശരീരത്തിനൊരു മാറ്റം വരുന്ന ഒരു ചേഞ്ചാണ്. ഇപ്പോൾ ഒരു അൾസർ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ അഴുകി ഒരു പരുവമായി അത് അതിൻ്റെ അവസാന ഘട്ടത്തിലായപ്പോഴത്തേക്കും ഹോമിയോപ്പതി മരുന്നുകൾ നിങ്ങൾക്ക് തന്നെ അറിയാം, ഒരു ചെറിയ ഗുളികകളാണ്, നമ്മളത് ഓറലിയാണ് കഴിക്കുന്നത്. പക്ഷേ എന്നിരുന്നാൽ പോലും അതിൻ്റെ ആക്ഷൻ എന്ന് പറഞ്ഞാൽ വളരെ വലുതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള അസുഖങ്ങൾ, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു പോളിസിസ്റ്റിക് ഒവേറിയൻ സിൻഡ്രോം ഉള്ള ഒരു ആളിനാണ്, അയാളുടെ അല്ലെങ്കിൽ യൂട്രസിൽ ഫൈബ്രോയിഡ് ഉള്ള ആൾ ഇപ്പോൾ 10 സെൻറ്റിമീറ്ററിനേക്കാളും വലുപ്പമായി. അപ്പോൾ ആ 10 സെൻറ്റിമീറ്ററിനേക്കാളും വലുപ്പമാകുമ്പോഴത്തേക്കും അവരിൽ ആ യൂട്രസിൽ അവരുടെ ശരീരത്തിനും യൂട്രസിനും അത് ഏൽപ്പിക്കുന്ന ആഘാതം എന്ന് പറഞ്ഞാൽ വളരെ വലുതാണ്. അപ്പോൾ അങ്ങനെയുള്ള അസുഖങ്ങളെന്നൊക്കെ പറയുമ്പോഴത്തേക്കും അല്ലാത്ത രീതിയിൽ പെട്ടെന്ന് റിമൂവ് ചെയ്തതിന് ശേഷം ആ രോഗിയെ രക്ഷിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയും അതേപോലെ ഹെർണിയയിൽ പല അവയവങ്ങൾ അതിലൂടെ പുറത്തോട്ട് പോകും. അതായത് ഒരു മരുന്ന്, ഇപ്പോൾ ഹോമിയോ മരുന്ന് കഴിച്ചതിന് ശേഷം നമ്മളിപ്പോൾ ഒരു സൗണ്ട് ഉണ്ടാക്കിയാൽ നമുക്കത് കേൾക്കാൻ പറ്റുന്ന ഒരു ഡിസ്റ്റൻസ് ഉണ്ട്.
നമുക്ക് അത് കേൾക്കാൻ പറ്റും. അതായത് ഇത്രയും മീറ്ററിനകത്ത് നമുക്ക് കേൾക്കാൻ പറ്റും. പക്ഷേ അതിനപ്പുറമായി പോയി കഴിഞ്ഞാൽ നമുക്ക് അതിന് കേൾക്കാൻ പറ്റത്തില്ല. അതേപോലെ തന്നെയാണ് ഹോമിയോ മരുന്നുകൾ. ഹോമിയോ മരുന്നുകൾ ശരീരത്തിൽ ആക്ട് ചെയ്യുന്ന ഒരു ഡിസ്റ്റൻസും ഹോമിയോ മരുന്നുകൾ അത്രയും ഇതിൽ ആക്ട് ചെയ്യും. പക്ഷേ അതിനും അപ്പുറമാകുമ്പോഴത്തേക്കും അതിനൊരു മെക്കാനിക്കലായിട്ട് തന്നെ നമ്മൾ റിമൂവ് ചെയ്യേണ്ടി വരും. അപ്പോൾ സർജിക്കലായിട്ടുള്ള ചില കേസുകൾ, ഇപ്പോൾ കിഡ്നി സ്റ്റോൺ ആയാലും ശരി, ഫൈബ്രോയിഡ് യൂട്രസ് ആയാലും ശരി, അല്ലെങ്കിൽ പെട്ടെന്നുണ്ടാകുന്ന ഒരു ആക്സിഡൻറ്റിലൂടെ എല്ലുകൾ ഒടിഞ്ഞു പോകുന്ന അവസ്ഥയൊക്കെ ആണെങ്കിൽ അതിനൊരു മെക്കാനിക്കൽ എയ്ഡോടുകൂടി തന്നെ പെട്ടെന്ന് തന്നെ റിമൂവ് ചെയ്യണം. ബാക്കി എല്ലാ അസുഖങ്ങൾക്കും ഹോമിയോ മരുന്നുകൾ വളരെ ഫലപ്രദമാണ്. അത് അത്രയും നല്ല രീതിയിൽ ആക്ഷൻ കിട്ടുകയും ചെയ്യും. കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയ്ക്ക് വളരെ ശാസ്ത്രീയമായ രീതിയിലാണ് അതിൻ്റെ തത്വശാസ്ത്രം നിലകൊള്ളുന്നത്. അതുകൊണ്ട് തന്നെയാണ് അത് ആക്ഷൻ ഉണ്ടെന്ന് പറയുന്നത്. ഹോമിയോപ്പതി ചികിത്സാ രീതികളെ കുറിച്ച് നമ്മോടൊപ്പം ഇത്രയധികം കാര്യങ്ങൾ പങ്കുവച്ചതിന് ഒരുപാട് നന്ദി. നന്ദി, നമസ്കാരം. ഹാപ്പി ലാൻഡ് അമ്യൂസ്മെന്റ് പാർക്ക് തിരുവനന്തപുരം. ആരോഗ്യമുള്ള ശരീരത്തിലെ ആരോഗ്യമുള്ള മനസ്സുണ്ടാകൂ. നിങ്ങളുടെ മനസ്സും ശരീരവും ഉണർവുള്ളതാക്കാൻ ഞങ്ങൾക്ക് നിങ്ങളെ സഹായിക്കാൻ കഴിയും. ശാന്തവും സുന്ദരവുമായ അന്തരീക്ഷം ഹോട്ടൽ ജോയ്സ് പാലസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. അത്യാധുനിക സജ്ജീകരണങ്ങളോടുകൂടിയ ഹോട്ടൽ ജോയ്സ് പാലസ്. ജോയ്സ് പാലസ് ഹൈ ലക്ഷറി ബിസിനസ് ഹോട്ടൽ, TB റോഡ്, തൃശൂർ. Homes no one wants to leave. Samson and Sons, Builders and Developers, Trivandrum. എന്റെ ആരോഗ്യമാണ് എന്റെ സംതൃപ്തി. എന്റെ ടേസ്റ്റ് ആണ് എന്റെ സംതൃപ്തി. എന്റെ സൗന്ദര്യമാണ് എന്റെ സംതൃപ്തി. എന്റെ കുടുംബത്തിന്റെ സന്തോഷമാണ് എന്റെ സംതൃപ്തി. Ecotech Roasted Micro Processing Filter Agmark. ഇവ നിങ്ങളുടെ സംതൃപ്തിയെ ഏറ്റവും മികച്ചതാക്കുന്നു. സംതൃപ്തി 100% പ്യൂർ കോക്കനട്ട് ഓയിൽ. ദുബായിലെ ഗഫൂർക്ക തട്ടുകട അവതരിപ്പിക്കുന്ന ഒരു ഉഗ്രൻ റെസിപ്പി കണ്ടിട്ട് തിരിച്ചു വരാം. ഗഫൂർക്കാസ് തട്ടുകട കുക്കറി ഷോയുടെ പുതുപുത്തൻ എപ്പിസോഡിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സുസ്വാഗതം. ഗഫൂർക്കാസ് തട്ടുകട കുക്കറി ഷോയിൽ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഒരു മലബാർ വിഭവമാണ്, കളരിക്കോഴി. അപ്പോൾ കളരിക്കോഴി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നും അത് കാണാനും ഒരാകാംക്ഷയില്ലേ? അത് നമുക്കൊന്ന് നോക്കാം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. എൻ്റെ അടുത്ത് നിൽക്കുന്ന ഇദ്ദേഹമാണ് ഇവിടുത്തെ കളരിക്കോഴി മാസ്റ്റർ മിസ്റ്റർ ബിജു. അപ്പോൾ കളരിക്കോഴി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നും അതിന്റെ ചേരുവകൾ എന്താണെന്ന് നമുക്ക് ഇദ്ദേഹത്തിനോട് ചോദിച്ച് മനസ്സിലാക്കാം. ഹായ് ബിജു. കളരിക്കോഴി അല്ലേ, എന്തൊക്കെയാണ് അതിനാവശ്യം? ഇത് കോഴി, കറിവേപ്പില, മല്ലിയില, വേവിച്ച ഗ്രീൻ പീസ്, മുട്ട, ശുദ്ധമായ പശുനെയ്യ്, ശുദ്ധമായ നെയ്യ്, സവാള, പച്ചമുളക്, തക്കാളി, ഉപ്പ്, വെളിച്ചെണ്ണ, ഫ്രഷ് ചെയ്ത മല്ലി ചതച്ചത്, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി. ഇത് ഗഫൂർക്കാസിന്റെ സ്പെഷ്യൽ മസാലയാണ്. അതുപോലെ തന്നെ വേറൊരു മസാലയാണ് 610 നമ്പർ മസാല. ഗഫൂർക്കാസ് വെളുത്തുള്ളി ചതച്ചത്, ഇത് ഇഞ്ചി ചതച്ചത്. ഇത്രയും സാധനങ്ങളാണ്. ഓക്കെ, പാൻ ആദ്യം ചൂടാക്കുക അല്ലേ. 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ, 1 ടേബിൾ സ്പൂൺ മല്ലി ചതച്ചത്, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, അതും ഒരു 1/4 ടീസ്പൂൺ. പിന്നെ ഗഫൂർക്കാസ് സ്പെഷ്യൽ മസാല 1/4 ടീസ്പൂൺ. ഇതൊന്ന് വഴറ്റിയെടുക്കും ഞങ്ങൾ ഈ എണ്ണയിൽ. മസാല ഏകദേശം മൂത്ത് വന്നു. അതിനുശേഷം ഒരു ടീസ്പൂൺ വെളുത്തുള്ളി, 1/2 ടീസ്പൂൺ ഇഞ്ചി ചതച്ചത്, അതൊന്നും ഇതിൽ നന്നായിട്ടൊന്ന് സോട്ട് ചെയ്യാണ്. ഇനി ഞങ്ങൾ ആഡ് ചെയ്യാൻ പോകുന്നത് ഇതാണ്, ഓനിയനാണ്. സവാള ഒരു 6 ടേബിൾ സ്പൂൺ ആണ്. 6 ടേബിൾ സ്പൂൺ സവാള കൊത്തി അരിഞ്ഞത്. ആ ഗഫൂർക്ക സ്പെഷ്യൽ മസാലയുടെ സ്മെല്ലൊക്കെ ഇവിടെ കിട്ടുന്നുണ്ട്. അതാണ് അതിന്റെ ടേസ്റ്റ് എൻഹാൻസ് ചെയ്യുന്നതാണ് അല്ലേ? അതെ. ഇതിൽ കുറച്ച് പച്ചമുളക് കൊടുക്കാം. പച്ചമുളക് 4 പച്ചമുളക് നെടുകെ കീറിയത്.
അപ്പോൾ ഇവിടെ ഏകദേശം സോട്ടായി കഴിഞ്ഞു. ഇനി എന്താണ്? ഇത് കുറച്ച് കറിവേപ്പില, കറി ലീവ്സ് കുറച്ച് അധികം ഇട്ട് കൊടുക്കണം. നാടൻ ഡിഷ് അല്ലേ, ആ ടേസ്റ്റ് ഒന്ന് കിട്ടാൻ വേണ്ടിയിട്ട്. 4 ടേബിൾ സ്പൂൺ തക്കാളി. നമുക്കൊന്ന് സ്ലോ ഫയറിൽ വെക്കാം. ഫ്ലെയിം കുറയ്ക്കുക. ചിക്കൻ എടുക്കാം. ഒരു 1/4 കിലോ ചിക്കൻ ഉണ്ട്. അപ്പോൾ ചിക്കൻ ആദ്യം നമ്മൾ മാഗ്നേറ്റ് ചെയ്യാണ്. അത് എത്ര നേരം വെക്കണം? 10 മിനിറ്റ്. 10 മിനിറ്റ് കൂടുതൽ വെച്ചാൽ കുറച്ചും കൂടി നല്ലതല്ലേ? ഓക്കെ. 3 ടേബിൾ സ്പൂൺ 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ, മഞ്ഞൾപ്പൊടി, കഫൂർക്ക സ്പെഷ്യൽ മസാല. കഫൂർക്ക സ്പെഷ്യൽ മസാല അത് 2 1/4 ടീസ്പൂൺ വെച്ചിട്ടാണ് നമ്മൾ ചേർത്തിരിക്കുന്നത്. ശകലം കുരുമുളക്, വെളുത്തുള്ളി പേസ്റ്റ്, ജിഞ്ചർ പേസ്റ്റ്. അത് ശരിക്കും നന്നായിട്ട് മാഗ്നേറ്റ് ചെയ്യും. അപ്പോൾ ഞാൻ ഉപ്പിടാം. ആ മസാല അതിനകത്ത് എല്ലായിടത്തും നന്നായിട്ട് പിടിക്കണം അല്ലേ? നമ്മളിത് 10 മിനിറ്റോളം മാഗ്നേഷന് വേണ്ടി വരും. ഓക്കെ. ഇതിപ്പോൾ ഇവിടെ 10 മിനിറ്റോളം ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ഈ ഗ്രേവിയിലേക്ക് ചിക്കൻ ആഡ് ചെയ്യണം. ഒരു 1/4 കപ്പ് വെള്ളം ഞാൻ അതിനകത്തേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇനി അതൊന്ന് മൂടി വെച്ച് വേവണം. ഇതിപ്പോൾ ഏകദേശം എത്ര നേരം എടുക്കും ഇതൊന്ന് കുക്കായി? 10-15 മിനിറ്റ്. 10-15 മിനിറ്റിനുള്ളിൽ കുക്കായി കിട്ടും അല്ലേ? നമ്മുടെ കളരിക്കോഴി ഓൾമോസ്റ്റ് റെഡി ആയി കഴിഞ്ഞു. ഇനി അതൊന്ന് തുറക്കാം. ഇനി വെള്ളത്തിൽ കുതിർത്ത് വെച്ച് വേവിച്ചെടുത്ത ഗ്രീൻ പീസ്, അതും ഫ്രഷ് ആയിട്ടുള്ളതാണ്. ഫ്രോസൺ അല്ല ഇവിടെ വെക്കുന്നത് അല്ല. 5 ടേബിൾ സ്പൂൺ ഗ്രീൻ പീസ് അതിനകത്തേക്ക് ആഡ് ചെയ്തിരിക്കുകയാണ്. ഉപ്പിട്ട് വേവിച്ച് വെച്ച ഗ്രീൻ പീസ് അല്ലേ? 1/4 കിലോ കളരിക്കോഴി ആ ചിക്കന് വേണ്ടിയിട്ട് 1 മുട്ടയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇനി ഈ ചിക്കനിലേക്ക് ഇത് ആഡ് ചെയ്യണം. മല്ലിയില ഞാൻ ഇട്ടേക്കട്ടെ കുറച്ച്, 1 പിടി അല്ലേ? ലാസ്റ്റ് ഇൻഗ്രീഡിയൻ്റ് അല്ലേ ഇത്? 3 ടേബിൾ സ്പൂൺ നെയ്യ്. റെഡിയായി. ഇനി ഇതൊരു സെർവിങ് പാനിലേക്ക്. കളരിക്കോഴി എനിക്ക് ഇങ്ങനെ വിളമ്പി തരികയാണ്. അത് നല്ല ആവി പറക്കുന്ന കളരിക്കോഴി, നന്നായിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തക്കാളിയൊക്കെ ഇങ്ങനെ പീസായിട്ട് അരിഞ്ഞ് കറിവേപ്പിലൊക്കെ ഇട്ട്. അപ്പോൾ നമുക്ക് ഈ ഗ്രേവിയൊക്കെ കൂട്ടിയിട്ട് ആ ഗ്രീൻ പീസൊക്കെ ഉണ്ട്. നന്നായിട്ടുണ്ട്, ഗംഭീരം. വെറുതെ പറയല്ല, ശരിക്കും നല്ലത്. ഏതായാലും വളരെയധികം സന്തോഷം. ഇത്രയും നല്ലൊരു നാടൻ, അതും വെറൈറ്റി ആയിട്ടുള്ള വിഭവം ഞങ്ങൾക്ക് പരിചയപ്പെടുത്തി തന്നാൽ പ്രേക്ഷകർക്കും വളരെയധികം സന്തോഷമായി കാണും. ഹെയർ ഫിക്സിംഗ് രംഗത്തെ പുത്തൻ തരംഗവുമായി എത്തുന്നു ഗേറ്റ്വേ ബ്യൂമോൺസ്. മോസ്റ്റ് ട്രസ്റ്റഡ് ഹെയർ ഫിക്സിംഗ് നെയിം ഇൻ കേരള, ഗേറ്റ്വേ ബ്യൂമോൺസ് ഹെയർ ഫിക്സിംഗ്. ഹെയർ ഫിക്സിംഗ് രംഗത്തെ വിശ്വസ്ത നാമം ഗേറ്റ്വേ ബ്യൂമോൺസ്. 19 വർഷത്തെ സേവന പാരമ്പര്യം, ലക്ഷത്തിൽ പരം സംതൃപ്തരായ കസ്റ്റമേഴ്സ്. സൗന്ദര്യ സങ്കല്പങ്ങളിൽ തലമുടിയുടെ സ്ഥാനം ചെറുതല്ല. നിങ്ങളുടെ സൗന്ദര്യ സങ്കല്പങ്ങൾക്ക് അഴകേകുവാൻ ഏറെ വൈവിധ്യമാർന്ന ഒരു സ്ഥാപനമാണ് ഗേറ്റ്വേ ബ്യൂമോൺസ്. ഇന്ത്യയിൽ പല ഹെയർ വിഗുകളൊക്കെ സ്ഥാപനങ്ങളുണ്ട്. ഈ എല്ലാ സ്ഥാപനങ്ങളും ഒഴിച്ചിട്ട് സാർ ബ്യൂമോൺസ് തരേണ്ട കാരണം എന്താണ്? കേരളത്തിലെ സിനിമ കാണുന്ന എല്ലാ പ്രേക്ഷകർക്കും അറിയാം, ഞാൻ കഷണ്ടിയാണ്, എനിക്ക് മുടിയില്ലാത്ത ആളാണ്. ഞാൻ സിനിമയിൽ വന്നിട്ട് പിന്നീട് ഒരുപാട് കാലം പല രീതിയിലുള്ള വിഗുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. മദ്രാസിലൊക്കെ ഉള്ള മദ്രാസ് വിഗുകളൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷെ അപ്പോഴൊക്കെ എനിക്കുള്ളൊരു ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിനിമയിൽ ഈ തലമുടി നനയ്ക്കാനോ അതല്ലെങ്കിൽ മോട്ടോർ സൈക്കിളിൽ പോകാനോ സ്പീഡിൽ പോകാനോ ഒന്നും പറ്റില്ല. അതിനൊക്കെ ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഉണ്ട് ഈ അത്തരം വിഗുകൾക്ക്. അപ്പോഴാണ് ഞാനിങ്ങനെ അങ്ങനത്തെ അല്ലാത്ത ടൈപ്പ് ഒരു ഹെയർ ഫിക്സിങ് എങ്ങനെ നടത്താമെന്ന് ആലോചിക്കുന്നത്. അപ്പോൾ ഈ ന്യൂ ജനറേഷനിൽ വന്ന ഒരുപാട് കമ്പനികളെ ഞാൻ അപ്രോച്ച് ചെയ്യും. പലരുടെ അടുത്തുനിന്നും പല രീതിയിലുള്ള മെത്തേഡുകൾ നോക്കുകയും ചെയ്തെങ്കിലും എനിക്ക് ബ്യൂമൺസ് ആദ്യമായി ചെയ്തു തന്നപ്പോഴാണ് എനിക്കൊരു പൂർണ്ണമായൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാകുന്നത്. സത്യത്തിൽ ഞാൻ ആ ബ്യൂമൺസിൻ്റെ ഈ ഹെയർ ഫിക്സിങ് മെത്തേഡ് ഉപയോഗിച്ചതിന് ശേഷമാണ് എനിക്ക് മഴയിൽ നനയുന്ന സീൻസ് എടുക്കാനും അല്ലെങ്കിൽ ഫൈറ്റ് ചെയ്യാനും മോട്ടോർ സൈക്കിളിൽ പോകാനോ ഇത് പറക്കാനോ നാച്ചുറലായിട്ട് എനിക്ക് സാധാരണ മുടിയിൽ നമ്മൾ എന്തൊക്കെ ചെയ്യുന്നോ ആ രീതിയിൽ ചെയ്യാനൊക്കെ സാധിക്കുന്നത് ഈ ബ്യൂമൺസിൻ്റെ ഹെയർ ഫിക്സിങ് മെത്തേഡ് ഉപയോഗിച്ചതിന് ശേഷമാണ്. ഉദാഹരണത്തിന് പ്രജാപതി എന്ന് പറയുന്ന സിനിമയിൽ ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത് ബ്യൂമൺസിൻ്റെ ഹെയർ ഫിക്സിംഗ് ആണ്. പച്ചക്കുതിര എന്ന് പറയുന്ന സിനിമയിൽ, പിന്നെ ബഡാദോസ് എന്ന് പറയുന്ന സിനിമയിൽ വിവിധ ഹെയർ സ്റ്റൈലുകൾ ഞാൻ എന്നെ പല രൂപത്തിൽ എൻ്റെ പല ഹെയർ സ്റ്റൈലുകൾ പല വിധത്തിൽ എനിക്ക് അവതരിപ്പിക്കാൻ സാധിച്ചത് മുഴുവൻ ബ്യൂമൺസിൻ്റെ ഹെയർ ഫിക്സിംഗ് മെത്തേഡിലൂടെയാണ്. അതിന് പ്രധാനമായിട്ടും എനിക്ക് അതിൻ്റെ ഹെയർ ഫിക്സിംഗ് ക്വാളിറ്റിയാണ് എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചിട്ടുള്ളത്. ഏത് രീതിയിലുള്ള ഹെയർ നമുക്ക് വെക്കാം. ഇപ്പോൾ എനിക്ക് നീളത്തിലുള്ള മുടി ഉപയോഗിക്കാൻ പറ്റും, അല്ലെങ്കിൽ നീളത്തിലുള്ള മുടി എനിക്ക് മാച്ച് ആവുമെന്ന് എനിക്കൊരു കോൺഫിഡൻസ് വന്നത് ഞാൻ ഇത് ഉപയോഗിച്ചതിന് ശേഷം. മുമ്പ് ഞാൻ കുറച്ചൊരു സെമി കേൾഡ് ആയിട്ടുള്ള ഈ മദ്രാസ് വിഗുകളാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അതൊക്കെ കൊണ്ടാണ് ഞാൻ പിന്നെ എനിക്കിത് തന്നെ മതി എന്ന് ഞാൻ തീരുമാനിച്ചത്.
ഞാൻ ഇത്രയൊക്കെ കാര്യങ്ങൾ ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരോട് പറയുമ്പോൾ എനിക്ക് 100% ഉറപ്പാണ് നിങ്ങളിത് വിശ്വസിക്കുന്നു. കാരണം ഞാനങ്ങനെ പ്രത്യേകിച്ച് വന്ന് നിങ്ങളോടൊരു കള്ളം പറയേണ്ട കാര്യമില്ല. അപ്പോൾ ഞാനിത് അനുഭവസ്ഥനാണ്, ഞാനിത് ഉപയോഗിക്കുന്ന ആളാണ്. ഞാൻ പല സിനിമകളിൽ പല വേഷം കെട്ടാൻ, പല രീതിയിൽ എൻ്റെ മുഖഭാവം മാറ്റിയെടുക്കാൻ ഒക്കെ ഞാൻ ഈ ബ്യൂമൺസിൻ്റെ ഹെയർ ടെക്നിക് മെത്തേഡ് ഉപയോഗിച്ചിട്ടുണ്ട്. കാരണം ഞാനീ പറഞ്ഞത് സത്യമാണെന്ന് അവർക്കും ബോധ്യപ്പെടണം. ഇത് ഫിക്സ് ചെയ്യാൻ നിങ്ങൾ ബ്യൂമൺസിൽ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായും നല്ല സർവീസ് കിട്ടും. പിന്നെ ഇതിൻ്റെ ആഫ്റ്റർ സർവീസ്, നമ്മളിത് ഒരിക്കൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെ ഇതിനെന്തെങ്കിലും കംപ്ലയിൻറ്റ് വന്നാലോ, കാരണം നമ്മൾ പൈസ മുടക്കി ഒരു ഏർപ്പാട് ചെയ്യുന്നതാണ്. അപ്പോൾ അതിന് പിന്നീട് എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നാലൊക്കെ ഇതിൻ്റെ ഒരു ആഫ്റ്റർ സെയിൽസ് സർവീസ് എന്ന് തന്നെ പറയുകയാണ് ഞാൻ. അത് തീർച്ചയായും നല്ല രീതിയിൽ തന്നെ കിട്ടുമെന്നാണ് എൻ്റെ അനുഭവം. അപ്പോൾ ഇനിയും എന്നെപ്പോലെ മുടിയില്ലാത്ത കഷണ്ടിക്കാരായ ആളുകൾ, എനിക്ക് മുടിയില്ലല്ലോ അല്ലെങ്കിൽ എന്നെ കണ്ടാൽ പ്രായം കൂടുതൽ തോന്നുമല്ലോ എന്നൊന്നും ഓർത്ത് വിഷമിക്കേണ്ട ഒരു കാര്യവുമില്ല. നമുക്ക് വളരെ ഈസി ആയിട്ട് ഈ മെത്തേഡ് അഡോപ്റ്റ് ചെയ്യാം. എറണാകുളത്ത് ഇതിൻ്റെ അഡ്രസ്സൊക്കെ നിങ്ങൾക്ക് ഈ പ്രോഗ്രാം കാണുമ്പോൾ മനസ്സിലാവും. അവരെ അപ്രോച്ച് ചെയ്താൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആർക്കും അവിടെ പോയി ഞാൻ ഈ മുടിയൊക്കെ വെച്ചിങ്ങനെ ഇരിക്കുന്ന പോലെ നിങ്ങൾക്കും ഇരിക്കാവുന്നതാണ്. The most trusted hair fixing name in Kerala, Gateway Beaumont's Hair Fixing. ആരോഗ്യമുള്ള ശരീരത്തിലെ ആരോഗ്യമുള്ള മനസ്സുണ്ടാകൂ. നിങ്ങളുടെ മനസ്സും ശരീരവും ഉണർവുള്ളതാക്കാൻ ഞങ്ങൾക്ക് നിങ്ങളെ സഹായിക്കാൻ കഴിയും. ശാന്തവും സുന്ദരവുമായ അന്തരീക്ഷം ഹോട്ടൽ ജോയ്സ് പാലസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. അത്യാധുനിക സജ്ജീകരണങ്ങളോടുകൂടിയ ഹോട്ടൽ ജോയ്സ് പാലസ്. ജോയ്സ് പാലസ്, ഹൈ ലക്ഷറി ബിസിനസ് ഹോട്ടൽ, TB റോഡ്, തൃശൂർ. Al-Falah Group of Hotels, Hotel Dubai International. Rooftop Banquet Hall, there are boats rooms. Hotel Dubai International, Press Road, Trivandrum. എന്റെ ആരോഗ്യമാണ് എന്റെ സംതൃപ്തി. എന്റെ ടേസ്റ്റാണ് എന്റെ സംതൃപ്തി. എന്റെ സൗന്ദര്യമാണ് എന്റെ സംതൃപ്തി. എന്റെ കുടുംബത്തിന്റെ സന്തോഷമാണ് എന്റെ സംതൃപ്തി. ഇക്കോടെക് റോസ്റ്റഡ് മൈക്രോ പ്രോസസിംഗ് ഫിൽറ്റർ അഗ്മാക് ഇവ നിങ്ങളുടെ സംതൃപ്തിയെ ഏറ്റവും മികച്ചതാക്കുന്നു. സംതൃപ്തി 100% പ്യൂർ കോക്കനട്ട് ഓയിൽ. പെരിയാർ റൈസ്, പാരമ്പര്യത്തിന്റെ തനതായ രുചി, ആരോഗ്യത്തിന്റെ മികവാർന്ന ചേരുവകൾ, മലയാളിയുടെ മറ്റ് വിശിഷ്ട പ്രാതൽ വിഭവങ്ങളും. പെരിയാർ റൈസ്. ഫോക്കസിന്റെ അടുത്ത സെഗ്മെന്റായ വൈഡ് റേഞ്ച് റെസ്റ്റോറന്റ് കുക്കറി ഷോ. നമസ്കാരം ചേട്ടാ. മാമ്പഴക്കാളൻ അല്ലേ? എങ്ങനെയാണ് അത് ഉണ്ടാക്കുന്നത്? അതിന് എന്തൊക്കെയാണ് ആവശ്യമുള്ളത്? മാമ്പഴം, പിന്നെ തേങ്ങ, ജീരകം, ശകലം ഇഞ്ചി, ഒരു നുള്ള് കുരുമുളക് പൊടി, കൂട്ടി അരച്ചു വെച്ചേക്കണം. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, വെളിച്ചെണ്ണ, വറ്റൽമുളക്, കറി ലീവ്സ്, തൈര്, താളിക്കാൻ ആവശ്യമുള്ള കടുകും വറ്റൽമുളകും അല്ലേ? ഇത്രയും ഉണ്ടെങ്കിൽ നമുക്ക് മാമ്പഴക്കാളൻ ഉണ്ടാക്കാം. കുറച്ച് വെള്ളം വെച്ചിട്ട് മാമ്പഴം ആദ്യം വേവിച്ചെടുക്കാം. അപ്പൊ വേവിക്കുന്ന സമയത്ത് എന്തെങ്കിലും ചേർക്കുമോ? മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, 1/4 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂട്ടി ആവശ്യത്തിന് 1 ടീസ്പൂൺ ഇട്ടോളൂ. 1 ടീസ്പൂൺ. അപ്പോൾ നമ്മുടെ മാമ്പഴം വൈഡ് റേഞ്ച് സ്പെഷ്യൽ കാശ്മീരി മുളക് പൊടി, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് ഉപ്പിട്ട് അതൊന്ന് വേവിച്ചു. അതിനുശേഷം എന്താണ് ചേട്ടാ, 1 കപ്പ്, ഒരു മാങ്ങയ്ക്ക് 1 കപ്പ് അരപ്പാണ് നമ്മൾ ചേർക്കുന്നത്. അത് ചേർത്തു. ഇനി ഇതൊന്ന് തിളച്ചു കഴിഞ്ഞാൽ കാളനും പുളിശ്ശേരിയും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? കാളൻ വന്നോണ്ട് തിക്കായിട്ടുണ്ടാവും. തിക്ക് ഇലയിൽ ഇങ്ങനെ നിൽക്കും അല്ലേ? അവിയൽ നിൽക്കുന്ന മാതിരി നിൽക്കും. പുളിശ്ശേരി വന്ന് ഒഴിച്ചു കൂട്ടാൻ. ഓക്കെ. അരപ്പ് ഇവിടെ തിളച്ചു തുടങ്ങി. ഇനി എന്താണ്? ഇത് വാങ്ങി വെക്കുന്നു, കടുക് വറുക്കുന്നു. ഇത് തണുക്കാനായിട്ട് നമ്മൾ മാറ്റി വയ്ക്കുന്നത്. അതിനുശേഷമാണ് നമ്മൾ തൈര് ഒഴിക്കുന്നത് അല്ലേ? കടുക് താളിച്ചതിന് ശേഷമാണ് തൈര് ഒഴിക്കുന്നത്. അപ്പോൾ നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം തണുക്കാനായിട്ട്. അപ്പോൾ മാമ്പഴക്കാളൻ നമ്മൾ തേങ്ങ അരപ്പൊക്കെ നന്നായിട്ട് വെന്തതിന് ശേഷം അത് തണുക്കാനായിട്ട് മാറ്റി വെച്ചു. ഇനി നമുക്ക് അടുത്തത് താളിച്ചിടണം. അതിനായിട്ട് എണ്ണ ചൂടാക്കുക അല്ലേ? വെളിച്ചെണ്ണ, നാടൻ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്. നാടൻ വിഭവത്തിന് എപ്പോഴും വെളിച്ചെണ്ണയാണല്ലോ നല്ലത്. അപ്പോൾ കടുക് ഇടാം അല്ലേ? 1 ടീസ്പൂൺ മതി. 1 ടീസ്പൂൺ കടുക്, വറ്റൽമുളക് അല്ലേ? നെടുകി കീറിയ വറ്റൽമുളക് 2-3 എണ്ണം,
അവസാനം കറിവേപ്പില. ഈ മാമ്പഴക്കാളിന് ആവശ്യമായ അരപ്പിലേക്ക് തണുക്കാൻ വെച്ചിരിക്കുകയായിരുന്നല്ലോ, അതിനകത്തേക്ക് താളിച്ചൊഴിക്കും അല്ലേ. ലാസ്റ്റ് ഇത് തൈര് എത്ര ചേർക്കണം? 5 ടീസ്പൂൺ. നല്ല കട്ട തൈരാണ്, ഇവിടെ ഉണ്ടാക്കിയ തൈരാണ് അല്ലേ നിങ്ങൾ. 5 ടീസ്പൂൺ തൈര് ചേർത്തു. കടുകും പച്ചമുളകും കറിവേപ്പിലയും താളിച്ചൊഴിച്ചു അരപ്പിലേക്ക്. ഇനി നമുക്കൊരു സെർവിംഗ് പാനിലേക്ക് മാറ്റാം. അപ്പോൾ ഈ മാമ്പഴക്കാളൻ അല്ലെ, വൈഡ് റേഞ്ച് സ്പെഷ്യൽ മാമ്പഴക്കാളൻ ഞാനത് ടേസ്റ്റ് ചെയ്യാൻ പോവാണ്. ഓക്കെ, കാണുമ്പോൾ തന്നെ അറിയാലോ, നല്ല കണ്ടോ. അടിപൊളി. ആ മാങ്ങയുടെ പൊടി, നല്ല മാങ്ങ, നല്ല നാടൻ മാങ്ങ പോലെയുണ്ട്, നല്ല രുചി. നിങ്ങൾ പരീക്ഷിക്കുക. ഫോക്കസിന്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കേണ്ട മെയിൽ ID focus123@gmail.com. വീണ്ടും അടുത്ത ആഴ്ച കാണുന്നവരെ ബൈ ഫ്രം സോണി. Hotel Joyce Palace Focus. This program is sponsored by Happy Land Water Theme Park, Thiruvananthapuram. In association with Al-Falah Group of Hotels, Hotel Dubai International, Periyar Rice, Samson and Sons, Builders and Developers, Trivandrum. സംതൃപ്തി 100% പ്യൂർ കോക്കനട്ട് ഓയിൽ.